തോന്നണ്ട ശ്രീരാജേ, വെറുതെ മേട ആംഗിളാണ്ട് ഇത്. അതായത് എർഗണോമിക്സ് എന്നൊക്കെ പറയണ്ടല്ലോ, അതേ പറക്കാനുള്ള എർഗണോമിക്സ് ഉണ്ട് വെച്ചേക്കണത്. നമ്മൾ ശരിക്കും ഹാൻഡ് ഉണ്ടാ, നമ്മുടെ ആംഗിളും ഷോൾഡറൊക്കെ നോക്കിയാൽ ടഗിൻ ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റിയുണ്ടല്ലോ, പെർഫെക്റ്റ് മെഷീനാണ്ടാ. അപ്പൊ പോയിട്ട് വരാം ശ്രീരാജേ, പിടിച്ചിരുന്നു പറ. വിഷ്മിലാക്ക് എക്സോസ്റ്റ് നോട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലടാ. ഒരു സ്വീറ്റ് റിതം എന്നൊന്നും പറയാനില്ല. ഓക്കെ, ഇറ്റ്സ് റഫ്, കേൾക്കാൻ അത്ര വലിയ രസമുള്ള സൗണ്ട് ഒന്നും അല്ലടാ നൈനാനിയുടെ. പക്ഷേ ഇവന്റെ സൗണ്ട് ഒരു ത്രിസീനാണ്ടാ. MT ഓണേനൊക്കെ ക്ലച്ച് റിലീസ് ചെയ്യണമല്ലോ, വിട്ടാണല്ലോ തെങ്ങുമ്പൊക്കെ താണ്ട. മച്ചു അപ്പതേ നമ്മുടെ കയ്യിലിപ്പിരിക്കുന്ന നയനാനെ ഡൂക്കണ്ട. ഇത്ര നേരം അതായത് കുറച്ച് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും റോ 790 ആണ്. അതായത് 990 ഡൂക്ക് വന്നപ്പോഴേക്കും കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ടാ. മറ്റേ വണ്ടി 790 ഒരു ഇത്തിരി കൂടി റോ ആയിട്ടാണ് എനിക്ക് ഫീൽ ആക്കിയതാ. പിന്നെ ഞാൻ പറയുന്നത് തെറ്റാന്ന് പറയാൻ, പക്ഷേ റൈഡിങ് എക്സ്പീരിയൻസ് റൈഡിങ് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്യണത്. നമുക്ക് ഇതിൽ അത്ര എക്സ്പേർട്ട് അല്ല, പക്ഷേ ഇതാണ് സത്യം. ഇരിക്കണ്ടല്ലേ അത് പറപ്പിക്കാൻ മുട്ടിയിട്ട് എനിക്ക് മോസ്റ്റ് പവർഫുൾ എന്ന് തോന്നിയ മോഡ് ട്രാക്ക് മോഡാണ്ട. അതായത് വണ്ടി ഇപ്പോൾ ഒരു സ്ട്രെച്ച് വരും, അപ്പൊ നമുക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. മൂർച്ചയുള്ള ബ്ലേഡാണ് എൻ്റെ കയ്യിൽ. ചെറിയ സമയം കൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് കയറിയിട്ടാ. നമുക്ക് ഈ വണ്ടി ഓടിച്ച അത്ര എക്സ്പീരിയൻസ് ഇല്ല. കയറണേട്ടാ എന്റെ പൊന്നെ, വീരാണ് 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 വീരാണ്ട് വീരാണ്ട് കേറണേ. വയ്യാണ്ടായിട്ട് എനിക്ക് 39 ഒക്കെ പറക്കണം. ഓക്കെ ഞാൻ മതി, എനിക്ക് വയ്യാണ്ടായിട്ടാ. ഓക്കെ ഞങ്ങൾ അത്ര ഒന്ന് കെട്ടിയതൊക്കെയാണ്. ഭ്രാന്ത് പിടിച്ച മെഷീനാട്ടാ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വെച്ചു സ്പെസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ കയറി നോക്കിയാലാ. ഇതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്ത് പറയാനൊന്നും ഇപ്പൊ എന്തായാലും ഈ അവസ്ഥയിൽ നെഞ്ചു പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലൊന്നും നടക്കാത്ത കാര്യമാണ്. ഒരു 130 HP അതിന്റെ പാലറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ. ഓരോ വണ്ടികളൊക്കെ ഇൻലൈൻ ഫോറിലൊക്കെയാണ് ഈ പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇത് റഫ് ആൻഡ് റഫ് ആട്ടാ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ക അക്രമ മെഷീൻ 990 ഡ്യൂക്ക് R. എന്റെ നെഞ്ചി പെടച്ച് ശ്വാസം കിട്ടാണ്ടായി. കുറച്ച് വെള്ളം കുടിക്കട്ടെ വിടാ. എന്നിട്ട് എനിക്ക് 39 എനിക്ക് അറിയണം. ഞാൻ എന്തായാലും കയറിയിരിക്കട്ടെ ആ വണ്ടിയിലേക്ക്. നമ്മുടെ 790 ഞാൻ പറഞ്ഞില്ലേ, ഇതിനേക്കാളും കുറച്ചും റഫ് ഈ വണ്ടിയാണ്ടാ. പക്ക വണ്ടിയാണത്. അതാണ് കുറച്ചും കൂടി യൂസബിൾ പവറായിട്ട് എനിക്ക് തോന്നി. ഇത് അന്യായ പവറാണ് ഇത് വണ്ടിക്ക്. നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പറ്റാം. ഫ്രണ്ടിലേക്ക് നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. അത് എങ്ങനെ നമ്മുടെ തലയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഹാൻഡിൽ ബാർ ഭയങ്കര അടുത്താണ്. അപ്പൊ നമ്മൾ എപ്പോഴും അഗ്രസീവ് വേണ്ട. ഈ വണ്ടിയുടെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3090യുടെയും 790 890യുടെയും ഇടയിൽ ഉള്ളൊരു യൂസേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ റിക്വയർമെന്റ് തീർക്കാനാണ് ഇവർ ഈ വണ്ടി ഉണ്ടാക്കിയേക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് 990 ആണോ 790 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 790 എന്ന് പറയാം. എനിക്ക് ഐ ലവ് വിത്ത് ദാറ്റ് മെഷീൻ ബ്രോ.